വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടി ചേരുന്നുണ്ട്. അക്ഷയ്, എന്തായാലും അർജന്റീനയ്ക്ക് മറ്റൊരു ഗോൾ നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും പ്രതിരോധ കോട്ട കെട്ടി അവർ ഗോൾ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി വരികയാണ്. ഡീപോളിനെയാണ് മാറ്റുന്നത്. കൂടുതൽ പലാസിയോസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. പെരേഡേസ് ആണ് വരുന്നത്. പെരേഡേസ് വരുന്നതോടുകൂടി കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഊന്നാൻ തന്നെയായിരിക്കും സ്കലോണിയുടെ ഒരു തന്ത്രം. കാരണം വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. അതും ഫിസിക്കൽ ഗെയിം തന്നെയാണ് ഓസ്ട്രിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അക്ഷയ്, അല്ല, അത് തന്നെയാണ് ഹൈ പ്രസിംഗ്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ഇത്തരം ഒരു നീക്കം ഓസ്ട്രിയൻ കോച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഓസ്ട്രിയ കളത്തിൽ നടപ്പിലാക്കി. എപ്പോഴൊക്കെ മധ്യനിരയിൽ അർജന്റീൻ താരങ്ങളുടെ കയ്യിൽ പന്ത് കിട്ടുന്നുവോ അപ്പോഴൊക്കെ ആ പന്ത് റാഞ്ചിയെടുക്കാൻ ഒന്നിലധികം താരങ്ങളെത്തി ആ പന്തിന്മേലുള്ള നിയന്ത്രണം മധ്യനിരയിൽ പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിപ്പോൾ ഡിപ്പോളിന്റെ കയ്യിലായാലും മക്കലിസ്റ്ററിന്റെ കയ്യിലായാലും എൻസോ ഫെർണാണ്ടസിന്റെ കയ്യിലായാലും പന്ത് എപ്പോഴൊക്കെ അർജന്റീൻ താരങ്ങളുടെ കയ്യിലെത്തും അവർക്ക് മധ്യനിരയിൽ ഒരു സ്പേസ് കൊടുക്കാതെ അതുമാത്രമായി ബോൾ വീണ്ടും എടുത്ത് ഒരു കൗണ്ടർ നീക്കങ്ങൾ നടത്തുന്ന ഓസ്ട്രിയയാണ് കണ്ടത്. എപ്പോഴൊക്കെ എടുത്തു പറയേണ്ട മെസ്സിയുടെ കാലിൽ എപ്പോഴൊക്കെ പന്ത് വരുന്നു മൂന്നിലധികം താരങ്ങൾ പലപ്പോഴും ക്ലോസ് ആയി മെസ്സിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആ കെട്ട് പൊട്ടിച്ചാണ് 38-ാം മിനിറ്റിൽ നമ്മൾ ആരാധകരെല്ലാം കാത്തിരുന്ന ആ ഗോള് മെസ്സിയുടെ ഇടംകാലിൽ നിന്ന് പിറന്നത്. 2017 മെസ്സി ബാഴ്സലോണയിൽ കളിക്കുന്ന സമയത്ത് എൽ ക്ലാസിക്കോയിൽ റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബ്യൂവിൽ സമാനമായ രീതിയിൽ ഒരു കട്ട് പാസിലൂടെ മെസ്സി ഗോൾ നേടി. അത് ഒരു ഐക്കോണിക് സെലിബ്രേഷൻ തന്നെ. ജെഴ്സിയൊക്കെ ഊരി റയലിന്റെ എക്കാലത്തെയും വലിയ എതിരാളികളായ റയലിന്റെ മൈതാനത്ത് നടക്കിയ ഐക്കോണിക് സെലിബ്രേഷൻ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊരു ഗോളിനെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഗോളാണ് ഇന്ന് ഓസ്ട്രിയക്കെതിരെ 38-ാം മിനിറ്റിൽ പിറന്നത്. പ്രത്യേകിച്ച് അൽമാഡ നൽകിയ ഇടതുവിങ്ങിൽ നിന്ന് അൽമാഡ നീട്ടി നൽകിയ ഒരു പാസ് അതൊരു കട്ട് ബാക്കിലൂടെ ഫക്കുണ്ട മെഡീന തിരികെ നൽകുന്നു. ഒരു കൃത്യമായി ഓസ്ട്രിയൻ പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് അൽമാഡ അത് കൃത്യമായി തന്നെ ഒഴിഞ്ഞു മാറുന്നു. പന്ത് നേരെ എത്തിയത് മെസ്സിയുടെ ഇടങ്കാലിലാണ്. മെസ്സിയുടെ ഇടങ്കാലിൽ പന്തെത്തിയാലുള്ള സ്ഥിതി അത് എതിരാളികൾ എപ്പോഴും ഭയക്കുന്നത്, അവരതിന് സമ്മതിക്കാത്തത് മെസ്സിയുടെ ഇടങ്കാലിൽ പന്തെത്താതിരിക്കുക. മെസ്സിയുടെ ഇടങ്കാലിൽ പന്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പന്ത് റെസ്റ്റ് ചെയ്യുക എതിർവശത്തെ ഗോൾ പോസ്റ്റിനുള്ളിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ മെസ്സിയുടെ കാലിൽ എപ്പോഴൊക്കെ പന്ത് കിട്ടും മെസ്സി അപകടകാരിയാവും. അത് തന്നെയാണ് കണ്ടത്. കൃത്യമായി തന്നെ മെസ്സിയുടെ ഷോട്ട് ഓസ്ട്രിയൻ ഗോളിയെയും കബളിപ്പിച്ചുകൊണ്ട് കൃത്യമായി തന്നെ ഓസ്ട്രിയൻ വലയിൽ കയറി. അതിനുശേഷം പ്രതിരോധം ഒന്നുകൂടി കടുപ്പിച്ച് ഓസ്ട്രിയ കടുത്ത ടാക്ലിങ്ങുകളായും ഹൈ പ്രസിങ്ങിലൂടെയും ബോഡി ഇട്ട് തന്നെ കളിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ അർജന്റീൻ താരങ്ങൾക്ക് മേലെ മേധാവിത്വം സ്ഥാപിക്കാൻ ഓസ്ട്രിയ ശ്രമിച്ചു. അപ്പോഴൊക്കെ പിന്നീട് രണ്ടാം പകുതിയിലൊക്കെ അതിന് ഒരു മറുപടി എന്ന നില അത്തരമൊരു നീക്കം സമാന രീതിയിൽ തന്നെ സ്കലോണിയും കളത്തിൽ നടപ്പിലാക്കി. പക്ഷേ നേരത്തെ അനിൽ സൂചിപ്പിച്ചപ്പോൾ എടുത്തു പറയേണ്ടത് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഒരു മനസാന്നിധ്യമാണ്. ലിച്ചയുടെ ഒന്നാം പകുതിയിലാകെ തുടരെ ആക്രമണങ്ങൾ വരുമ്പോഴും ആക്രമണങ്ങൾ ബോക്സിനകത്തേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. കൃത്യമായി തന്നെ അവിടെ ലിച്ചയുടെ ഇടപെടൽ കൃത്യമായി തന്നെ കണ്ടതാണ്. ഈ മത്സരത്തിൽ ഇതേവരെ ഒരു ഷോട്ട് മാത്രമാണ് അർജന്റീൻ ഗോളിയെ പരീക്ഷിക്കുന്ന രീതിയിൽ എമിലിയാനോ മാർട്ടിനസിനെ പരീക്ഷിക്കുന്ന ഒരു ഷോട്ട് ഉതിർക്കാൻ സാധിച്ചത്. 55-ാം മിനിറ്റിലായിരുന്നു ഓസ്ട്രിയൻ താരത്തെ വീഴ്ത്തിയതിന് കിട്ടിയ ഒരു ഫ്രീ കിക്ക് ഗോൾ വല ലക്ഷ്യമാക്കി തന്നെ അടിച്ചു. പക്ഷേ കൃത്യമായി തന്നെ ഉയർന്നു ചാടിയ മാർട്ടിനസ് ആ ഗോൾ തട്ടി അകറ്റുകയും ചെയ്തു. ആ ഒരു ഷോട്ട് മാത്രമാണ് ഓസ്ട്രിയക്ക് ഇതുവരെ അർജന്റീൻ ഗോളിയെ പരീക്ഷിക്കാനായിട്ട് സാധിച്ചത്. മറുവശത്ത് കൃത്യമായി തന്നെ അർജന്റീന ആദ്യ പകുതിയിൽ പലപ്പോഴും പന്ത് കിട്ടാൻ വിഷമിക്കുന്ന അർജന്റീൻ താരങ്ങളെ കണ്ടു. പന്ത് കിട്ടുമ്പോഴൊക്കെ ഓസ്ട്രിയൻ താരങ്ങൾ ആർത്തു വന്ന് പന്ത് കൈക്കലാക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. പക്ഷേ രണ്ടാം പകുതിയിൽ പലപ്പോഴും ഒരു പന്തെടുത്ത് ഫ്രീ ആയിട്ട് കളിക്കുന്ന അർജന്റീൻ താരങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. 17 ഗോളുകളുമായി ലയണൽ മെസ്സി 6 ലോകകപ്പിൽ നിന്ന് 17 ഗോളുകളുമായി ലോകകപ്പിലെ എക്കാലത്തെ മികച്ച ഗോൾ സ്കോറർ എന്ന നേട്ടം മിറോസ്ലാവ് ക്ലോസെ 12 വർഷമായി കൈയടക്കിയത്. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിലാണ് അദ്ദേഹം ആ നേട്ടം സ്വന്തമാക്കിയത്. 16 ഗോളുകളുമായി ക്ലോസെ ജർമ്മൻ ഗോൾ മെഷീനൊക്കെ പറയുന്ന മിറോസ്ലാവ് ക്ലോസെ 12 വർഷമായി ആ നേട്ടം സ്വന്തം പേരിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ലിയോണൽ മെസ്സി തൻ്റെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ കഴിഞ്ഞ ലോകകപ്പ് വരെ 13 ഗോളുകളായിരുന്നു മെസ്സിയുടെ സമ്പാദ്യം. കഴിഞ്ഞ മത്സരത്തിൽ 3 ഗോളുകളുമായി 16 ഗോളുമായി
ക്ലോസ്ഡ് റെക്കോർഡിനൊപ്പം എത്തി. ഇന്ന് ഈ 38-ാം മിനിറ്റിൽ പിറന്ന ആ ഗോളിലൂടെ ആ നേട്ടം തന്റെ സ്വന്തം പേരിലാക്കി മെസ്സി മാറ്റിക്കഴിഞ്ഞു. കളി തുടങ്ങിയത് മുതൽ തന്നെ ആരാധകർക്ക് ആ പെനാൽറ്റി മിസ്സാക്കിയ സമയം മുതൽ ആരാധകർ ഒരു പ്രഷറിലായിരുന്നു. പ്രത്യേകിച്ച് മെസ്സിയുടെ മുഖഭാവവും പലപ്പോഴും അത്തരത്തിലൊരു സമ്മർദ്ദം മെസ്സിക്കുണ്ടോ എന്ന തരത്തിൽ ഒരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ മത്സരത്തിൽ പ്രഷറൊന്നുമില്ലാണ്ട് കളിക്കുന്ന ലിയോണൽ മെസ്സിയാണ് കണ്ടത്. അത്തരത്തിലൊരു ലോകകപ്പിന് തന്നെ അദ്ദേഹം ഒരു സമ്മർദ്ദമില്ലാതെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ആദ്യ മത്സരത്തിൽ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ മെസ്സി കളിച്ചു. അതിനുശേഷം ഇന്ന് ഈ പെനാൽറ്റി മിസ്സാക്കിയതിനു ശേഷം മെസ്സിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്നത്തെ അദ്ദേഹം ഒരു സമ്മർദ്ദം നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ രോഗാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എല്ലാം കൂടി മെസ്സിക്കൊരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ 38-ാം മിനിറ്റ് നേടി അതിസുന്ദരമായ ഒരു ഗോളിലൂടെ മെസ്സി എല്ലാത്തിനും മറുപടി നൽകിയിരിക്കുന്നു. 6 ലോകകപ്പുകളിൽ നിന്ന് 17 ഗോളുകളുമായി എക്കാലത്തെ മികച്ച ടോപ്പ് സ്കോറർ ഗോൾ മെഷീൻ മെസ്സി ആ നേട്ടം സ്വന്തമാക്കി. 2006 ലോകകപ്പിൽ ആദ്യ ഗോൾ അടിച്ച് തുടങ്ങിയതാണ്. 2010 ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. അതിനുശേഷം 2014-ലും അതോടൊപ്പം കഴിഞ്ഞ വർഷം 2022-ലും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ മെസ്സി സ്വന്തമാക്കി. ലോകകപ്പിലെ മികച്ച താരത്തിലുള്ള നേട്ടം സ്വന്തമാക്കിയതിനു ശേഷം ഇപ്പോൾ ഇതാ 17 ഗോളുകളുമായി മിറോസ്ലാവ് ക്ലോസെ കൈയടക്കി വെച്ച ആ നേട്ടം. ഇപ്പോൾ മത്സരം 87-ാം മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 3 മിനിറ്റ് മാത്രമാണ് നിശ്ചിത സമയത്തിലേക്കുള്ളത്. അതിനുശേഷം എത്ര അധിക സമയം കൊടുക്കും, ഇഞ്ചുറി ടൈമായി നൽകും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. കുറേ സമയം പോയതാണ് ലിസാൻഡ്രോ എമിലിയാനോ മാർട്ടിനസിന്റെ ആ ഇഞ്ചുറി കൺസേൺ അടക്കം വന്ന ഘട്ടത്തിൽ എന്തായാലും ഒരു 5 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അർജന്റീന കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഇറങ്ങി കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ടാഗ്ലിയാഫിക്കോ അടക്കമുള്ള താരങ്ങളെ, ലിസാൻഡ്രോ മാർട്ടിനസ് അടക്കമുള്ള താരങ്ങളെ കാണാം. കൂടുതൽ പ്രഷറിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോൾ വഴങ്ങാതെ ആ 3 പോയിന്റും സ്വന്തമാക്കാനുള്ള ശ്രമമാണ്. ഇതിനിടെ മറ്റൊരു അവസരം കൂടി അർജന്റീനയ്ക്ക് തുറന്നു കിട്ടിയതാണ്. പക്ഷേ അത് ഗോൾ അവസരം മുതലാക്കാൻ സാധിച്ചില്ല നിക്കോ ഗോൺസാലസിനും ഒക്കെ തന്നെ. എന്തായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇനി 3 മിനിറ്റ് അല്ലെങ്കിൽ 2.5 മിനിറ്റ് കൂടി പിടിഞ്ഞു നിന്നാൽ മതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.